ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആ സഹാബിയോട് ചോദിക്കുകയാണ്, മാലിയറാക മഹ്സൂനാ, മാലിയറാക മഹ്സൂനാ, ഏ സഹോദര, എന്താണ് വല്ലാത്ത ക്ഷീണിതനായി അങ്ങേ ഞാൻ കാണുന്നുവല്ലോ, അതിന്റെ കാരണം എന്തേ? വല്ലാത്ത ക്ഷീണം, ശാരീരികമായി വല്ലാത്ത അവശത, വല്ലാത്ത വിഷമവും പ്രയാസവും ഞാൻ കാണുകയാണ്. കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ, പ്രായത്തായിട്ട് ഞാനിത് കുത്തിപ്പറിക്കാൻ നിൽക്കണ്ട. അല്ല ഇപ്പൊ പാങ്ങല്ലേ, തങ്ങന്മാരും പാങ്ങായിട്ട് പറഞ്ഞു. ഇനി അവിടെ കുത്തി കുത്തി നിൽക്കണ്ട, അവിടെ പോയി നിൽക്കും. ആ ഇരിക്കുന്നവർക്കൊക്കെ കസേര ഉണ്ടോ ഇട്ട് കൊടുക്കാനില്ല? ഇല്ല, കസേര ഉണ്ടോ? കസേര ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇട്ട് കൊടുക്കണം. നിൽക്കുന്നുണ്ട് കുറെ ആൾക്കാർ, അവരെയൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് സന്തോഷത്തോടെ അടുപ്പിച്ചടുപ്പിച്ച് കുറച്ചുകൂടെ അടുത്തൊക്കെ ഇരുന്നോ. ഇൽമിന്റെ മജ്‌ലിസ് ദുആ ഇന്ന് ലാസ്റ്റ് ആഖിറിയവുമായിരുന്നല്ലേ? ഓ അൽഹംദുലില്ലാ, ദുആയിക്ക്. അപ്പം അവിടെ ഇരിക്കുന്നവരെയൊക്കെ ഒന്ന് അതിന്റെ സംഘാടകരൊന്ന് എല്ലാവരെയും ഒന്ന് ഇൻഷാ അല്ലാഹ് അടുപ്പിച്ചിരിക്കും. ഇൽമിന്റെ സദസ്സിലെ ഒരു ബർക്കത്താണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അടുത്തിരിക്കാൻ പറയണം. കുറച്ചുകൂടെ കാലി കസേരണ്ട്, കുറച്ചുകൂടെ ഉണ്ട്, കുറച്ചുകൂടെ പറയുന്നൊരു വരി അബീബെ, കുറച്ചുകൂടെ മോനെ ഈ കസേര ഇങ്ങോട്ട് എടുത്തിട്ടോ, ഇങ്ങോട്ട് വേണമെങ്കിൽ എടുത്തിട്ടോ, കുറച്ചുകൂടെ പഠിപ്പിച്ചിരുന്നോളി, ഇങ്ങോട്ട് എടുത്തിരുന്നോളി, കുറച്ചുകൂടെ അടുത്തിരുന്നോളി. അൽഹംദുലില്ലാഹ്, ഒരു ബർക്കത്താണ്. അത് ലാസ്റ്റ് മുസാഫത്തൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഇടങ്ങാറാവണ്ട. എഴുന്നേറ്റ് വരി, എടുത്തിരിക്കും. ആ വെളി നിൽക്കുന്നവരൊക്കെ കയറ്റിയിരുത്തിക്കും. ബക്കറ്റ് വിരിവൊക്കെ ഉണ്ടോ? ബക്കറ്റ് വിരിവുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ അന്നേരം പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് ഇടേണ്ട ആവശ്യമില്ല. അതാണ് ചോദിച്ചത്. ബക്കറ്റ് ഒന്നും പിരിവില്ലാത്തത് കൊണ്ട് ഇടയ്ക്ക് ഗ്യാപ്പ് വേണ്ട, ചേർന്നിരുന്നോളി, റാഹത്താണ്. ചേർന്നിരുന്നോളി. ഇതേപോലെ എല്ലാവരും എഴുന്നേറ്റ് ചേർന്നില്ല. ബിസ്മില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ പിടിച്ച് തിരിക്കല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ ബർക്കത്ത്, സ്വാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസിൽ അല്ലാഹു ബർക്കത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. റഹ്മത്തിന്റെയും ബർക്കത്തിന്റെയും മജ്‌ലിസാണ്. പേര് തന്നെ ഇന്ന് റഹ്മത്ത്, അല്ലാഹുവിന്റെ കാരുണ്യം, അവന്റെ റഹ്മത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സാണ്. അപ്പൊ അതുകൊണ്ട് ആ റഹ്മത്ത് നമുക്ക് കിട്ടണം ഇൻഷാ അല്ലാഹ്. അങ്ങ് ദൂരത്തിലിരിക്കുന്നവർക്ക് സ്ഥലം ഉണ്ടെങ്കിൽ കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് കയറി വന്നു. വല്ലാത്ത വിഷമം, വല്ലാത്ത പ്രയാസം കണ്ടപ്പോ സ്വാഭാവികമായിട്ട് നമ്മളൊരു ദീർഘദൂര യാത്ര ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുഖത്ത് നമുക്ക് ആ ക്ഷീണം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഈ സ്വഹാബി വല്ലാത്ത ഫിക്റിലാണ്, വല്ലാത്ത വിഷമത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് വരികയാണ്. വല്ലാത്ത വിഷമിച്ച് വിഷണ്ണനായ സ്വഹാബിയോട് നബി തങ്ങൾ ചോദിക്കുന്നു, അലീ അറാക മഹ്സൂനാ, എന്താ നിന്നെ ഇത്ര വിഷമത്തിൽ കാണുന്നത്? വല്ലാത്ത പ്രയാസമാണല്ലോ എന്റെ മുഖത്ത് കണ്ടിട്ട്. വല്ലാത്ത ശോകമൂഖമായ ഒരു അവസ്ഥയാണ്, ഒരു ദുഃഖം നിറഞ്ഞ് തളം കെട്ടി നിൽക്കുകയാണ്. ആ സ്വഹാബി പറയുകയാണ്, ശൈഉൻ ഫക്കർതു ഫീഹി യാ റസൂലല്ലാഹ്, നബിയെ ഒരു കാര്യം ഓർത്ത് ഞാൻ ചിന്തിച്ചു പോയതാണ്. ഒരു വല്ലാത്ത വിഷമം എന്നെ അലട്ടുകയുണ്ടായി, ഒരു വല്ലാത്ത പ്രയാസം, ആ വിഷമം എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുകയുണ്ടായി. ശൈഉൻ ഫക്കർതു ഫീഹി, ഞാൻ ആ വിഷയത്തെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് ക്ഷീണിച്ചു പോയതാണ് നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ ഹുവ, എന്താണ് ആ പ്രശ്നം, പറയണം. എന്ത് വിഷയത്തിലാണ് നീ ടെൻഷൻ അടിച്ചത്? എന്താണ് ഈ പ്രശ്നം? ഇത്രയും വലിയ ടെൻഷൻ അടിക്കാനുള്ള കാര്യം എന്ത്? മാ ഹുവ, എന്താ പ്രശ്നം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുകയാണ്, പറയണേ. ഉടനെ ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ആ സ്വഹാബി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നഹ്നു നറൂഹു ഇലൈക വനഗ്ദു അലൈക വനൻദുറു ഫീ വജ്ഹിക വനുജാലിസുക. അല്ലാഹുവിന്റെ റസൂലേ, വീട്ടിൽ നിന്ന് അങ്ങയെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോ, അങ്ങയുടെ സദസ്സിലേക്ക് വരണമെന്ന് കൊതിക്കുമ്പോ, അവിടുത്തെ തിരുമുഖമൊന്ന് ദർശിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോ, നഗ്ദൂ അലൈക, അങ്ങയുടെ ഹളറത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു വരികയാ.
വനൻളുറു ഫീ വജ്ഹിക, അവിടുത്തെ മുബാറക്കായ മുഖത്തേക്ക് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. വനുജാലിസു മഅക, അങ്ങയോടൊപ്പം ഞങ്ങൾ ഇരിക്കുകയാണ്. എന്ത് വലിയ പ്രശ്നമായാലും ദുഃഖമായാലും പ്രയാസമായാലും എത്ര വലിയ ടെൻഷൻ അടിച്ചാലും അല്ലാഹുവിന്റെ റസൂലേ അവിടുത്തെ ഹദറത്തിലേക്കൊന്ന് കടന്നു വരുമ്പോ ഞങ്ങളുടെ സകലമായ പ്രശ്നങ്ങളും അകന്നു പോവുകയാണ്. അവിടുത്തെ മുബാറക്കായ മുഖമൊന്ന് കാണുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്, അനുഭൂതിയാണ്, ആഹ്ലാദമാണ്. പിന്നെ ഞങ്ങളെ വിഷമിപ്പിച്ച ഒരേ ഒരു പ്രശ്നമാണ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഈ ലോകത്ത് നിന്ന് നാം എല്ലാവരും വിട പറഞ്ഞു പോകുന്ന സമയത്ത് നാളെ സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനത്തിൽ അങ്ങ് വിരാജിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകരായ അങ്ങേ പ്രവാചകന്മാരോടൊപ്പം ഉയർത്തപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂലേ അങ്ങേ ഒന്ന് കാണാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുമ്പോൾ സ്വർഗത്തിൽ അങ്ങയെ കാണാൻ പറ്റാത്തതിന്റെ വിഷമം, അങ്ങയുടെ മുഖമൊന്ന് ദർശിക്കാൻ പറ്റുന്ന ഇസ്ലാമിക ലേബലിൽ മുനാഫിക്കിന്റെ മൂടുപടം അണിഞ്ഞിട്ട് ഇസ്ലാമിലുള്ള ഒരു മുസ്ലിമാണ് ഞാനെന്ന് ചാനലിന്റെ മുന്നിൽ പോയി മനസ്സ് തുറന്ന് നീ പറയുമ്പോ മലക്കുകൾ ലജ്ജിക്കുന്നു, മാലാകമാര് ലജ്ജിക്കുന്നു. കാരണം നീ കാപട്യത്തിന്റെ മുഖമണിഞ്ഞിട്ട് ചാനലിൽ നിന്നിട്ട് പറയുന്നു ഞാനൊരു മുസ്ലിമാ, എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് വൃത്തികെട്ട വൃത്തിഹീനമായ പ്രവൃത്തിയല്ലേ പെണ്ണെ ആണ് നീ അവിടെ കാഴ്ചവെക്കുന്നത്. പണ്ഡിതന്മാരെ കളിയാക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്, മദ്രസയിലെ അധ്യാപകന്മാരെ ആക്ഷേപിക്കുകയാണ്, മഹാന്മാരായ തങ്ങന്മാരെ ആക്ഷേപിക്കുകയാ, ബഹുമാനപ്പെട്ട സൂഫി വര്യന്മാരെ ആക്ഷേപിച്ചുകൊണ്ടല്ലേ ബാല്യകാലങ്ങളിൽ മദ്രസകളിലേക്ക് നീ പടിവാതിൽക്കലിലേക്ക് പിച്ച വെച്ച കാലഘട്ടത്തിൽ നീ എടുത്ത നിലപാടുകൾ ചാനലിന്റെ മുന്നിൽ ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഒരു പുളിപ്പുമില്ലാതെ വിളിച്ചു പറയുന്നത് ഇല്ല പെങ്ങളെ, നീ മുസ്ലിമല്ല. ഒരിക്കലും ഇസ്ലാമിന്റെ പേര് വെച്ചത് കൊണ്ട് മുസ്ലിമാവുകയില്ല എങ്കിൽ അല്ലാഹു ഈ ആയത്ത് അവതരിപ്പിക്കേണ്ടതില്ലല്ലോ. ആരുടെ മുഖമാണോ നാളെ ആഖിറത്തിൽ കറുത്ത് കരുവാളിക്കുന്നത് അല്ലാഹു പറയുകയാണ്, അവരാരാണെന്ന് പറയട്ടെ. അകഫർതും ബഅദ ഈമാനിക്കും, ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാ, പരിശുദ്ധമായ ശരീഅത്തിനെ അംഗീകരിച്ചവരാണ്. ഭൗതികമായ സുഖാഡംബരത്തിന്റെ പേരിൽ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി, ഒരു ഭൗതികമായ ഒരു സുഖത്തിന് വേണ്ടി പരിശുദ്ധ ഇസ്ലാമിനെയും പണ്ഡിതന്മാരെയും ഉലമാക്കളെയും ശരീഅത്തിന്റെ നിയമങ്ങളെയും തള്ളി പറഞ്ഞുകൊണ്ട് കുഫ്റിനെ വിലക്ക് വാങ്ങിയവനാണ്. അകഫർതും ബഅദ ഈമാനിക്കും, വിശ്വാസത്തിന് ശേഷം കാഫിറായവളാണ്, കാഫിറായവനാ. ഫദൂഖൂ, അനുഭവിച്ചോ, അനുഭവിച്ചോ, നീ സുഖിക്കണേ, നരകത്തിൽ കിടന്ന് സുഖിക്കണേ. ഫദൂഖൂ ബിമാ കുൻതും തക്ഫുറൂൻ. ഏതൊരു ഇസ്ലാമിക ശരീഅത്തിനെയാണോ നീ പുച്ഛിച്ച് തള്ളിയത്, നിഷേധിച്ച് തള്ളിയത്, അതിന്റെ പേരിൽ അള്ളാന്റെ കോടതി നിനക്ക് മാപ്പ് നൽകുകയില്ല. ആ കോടതി വിധിക്കുകയാണ്, കാലാകാലം നീ നരകത്തിൽ കിടന്നോ. ഖുർആനിന്റെ വാക്കാണ്. ഇസ്ലാമിക പേരിൽ മൂടുപടം അണിഞ്ഞു നടക്കുന്ന മുനാഫിക്കീങ്ങൾ പോലും ഈ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വാക്കുകളെയും വചനങ്ങളെയും വിശ്വസിക്കാതെ ചാനലിന്റെ മുന്നിൽ ഒരു പേരും പ്രശസ്തിയും ലഭിക്കാൻ ഖുർആനിനെ തള്ളി പറയുകയല്ലേ മുനാഫിക്കത്തായ പെണ്ണേ, മുനാഫിക്കീങ്ങളായ ആണുങ്ങളെ, ഖുർആനിനെ നിനക്ക് തള്ളി പറയാൻ എന്തവകാശമാ? ഇസ്ലാമിക പണ്ഡിതന്മാരെ തള്ളി പറയാൻ എന്തവകാശമാ? മദ്രസകളെയും ദർസുകളെയും തള്ളി പറയാൻ എന്തവകാശമാണ്? അവരുടെ ഈമാനിനെ അല്ലാഹു
അല്ലാഹു പറിച്ചു കളഞ്ഞുപോയി. അകഫർതും ബഅദ ഈമാനികും ഫദൂഖൂ അൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. ദുനിയാവിന്റെ ക്ഷണികമായ ഒരു സുഖത്തിന് വേണ്ടി ഇസ്ലാമിനെ തള്ളി പറഞ്ഞതിന്റെ പേരിൽ നീ കാഫിറായിരിക്കുകയാ. അവരുടെ മുഖം നാളെ കറുത്ത് കരിവാളിച്ചിരിക്കുമത്രേ. ഈ നരകത്തിൽ കിടന്ന് ആ